എല്ലാ മനുഷ്യരും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുകയും ഒരുപാട് വൈകാരിക അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അവയെല്ലാം നമ്മൾ മാത്രം അറിയുന്നു, ബാക്കി ആരും അറിയാതെ അലിഞ്ഞില്ലാതാകുന്നു. ഇങ്ങനെയാണോ നിങ്ങൾ ചിന്തിച്ചു വച്ചിരിക്കുന്നത്? എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല കേട്ടോ. നിങ്ങളുടെ ഓരോ വികാരത്തെയും ആഗ്രഹത്തെയും രേഖപ്പെടുത്തുന്ന ഒരാൾ ഇവിടെയുണ്ട്. അത് മറ്റാരുമല്ല, ഈ പ്രപഞ്ചം തന്നെ. ഈ പ്രപഞ്ചം നിശ്ചലമല്ല, അതെല്ലാം നിശബ്ദമായി ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ വികാരങ്ങളെ പ്രപഞ്ചം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അത് പ്രതികരിക്കുക എന്ന് മാത്രം. ഈ പ്രപഞ്ചത്തിന് അതിൻ്റേതായ ഒരു ഭാഷയുണ്ട്. വാക്കുകളിൽ നിന്നോ പുസ്തകങ്ങളിൽ നിന്നോ വരുന്നതല്ല ആ ഭാഷ, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്നു വരുന്ന ഒരു ഭാഷയാണത്. ആ ഭാഷ പഠിച്ചാൽ പ്രപഞ്ചത്തിന് നിങ്ങളുടെ ഏറ്റവും രഹസ്യമായ ആഗ്രഹം പോലും നിറവേറ്റാനാകും. ആ സത്യം മനസ്സിലാക്കാനുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നിവിടെ പങ്കുവയ്ക്കുന്ന പുസ്തകം ദ യൂണിവേഴ്സ് ടൈമിങ്സ്. ഒരു യഥാർത്ഥ കഥയിലൂടെ പ്രപഞ്ചത്തിന്റെ സത്യം ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി വിശദമാക്കിത്തരാം. ഒരിക്കൽ ഒരു സാധാരണക്കാരനായ പയ്യനുണ്ടായിരുന്നു. തനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. എല്ലാ ദിവസവും അവൻ ആഗ്രഹിക്കുമായിരുന്നു, എന്റെ ജീവിതം മാറിയിരുന്നെങ്കിൽ, എന്തെങ്കിലും വലിയ കാര്യം ജീവിതത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന്. അവൻ പ്രപഞ്ചത്തോട് ഒന്നും ചോദിച്ചില്ല. മനസ്സിൽ വെറുതെ വിഷ്വലൈസ് ചെയ്യുകയും സങ്കൽപ്പിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക മാത്രമാണ് ഉണ്ടായത്. അത്തരത്തിൽ സങ്കൽപ്പിക്കുക എന്നത് അവന്റെ പതിവായിരുന്നു. ഒരു ദിവസം അവന് ചെറിയൊരവസരം മുന്നിൽ വന്നു. ഒരു സുഹൃത്ത് അവനോടൊരു വീഡിയോ ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. സുഹൃത്തിന് വേണ്ട ഒരു ചെറിയ സഹായമല്ലേ എന്ന് കരുതി മറ്റൊന്നും ആലോചിക്കാതെ അവനത് ചെയ്തു കൊടുത്തു. ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്ത ആ ഒരു വീഡിയോ അവന്റെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിച്ചു. അതിലൂടെ കൂടുതൽ അവസരങ്ങൾ അവന് ലഭിച്ചു. ഇന്ന് അതേ പയ്യൻ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാണ്. യഥാർത്ഥത്തിൽ അവൻ ഇവിടെ എന്ത് വലിയ മാറ്റമാണ് ചെയ്തതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അവൻ ചെയ്ത കാര്യം പ്രപഞ്ചത്തിലേക്ക് വിശ്വാസത്തിന്റെ ഒരു സിഗ്നൽ അയച്ചതാണ്. ബാക്കിയെല്ലാം പ്രപഞ്ചമാണ് അവന് വേണ്ടി ചെയ്തത്. അതെ, ആഗ്രഹങ്ങളിലൂടെ വിഷ്വലൈസേഷനിലൂടെ അവൻ എന്നും ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ നടത്തിക്കൊടുക്കുക എന്നത് പ്രപഞ്ചത്തിന്റെ കൂടി ആവശ്യമായി മാറിയപ്പോൾ അതിലേക്കുള്ള വഴിയായി അവന് മുന്നിൽ അവസരം വന്നു. ആ അവസരങ്ങളാണ് അവന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. ഇതെല്ലാം നമ്മളും പ്രപഞ്ചവും ചേർന്ന് നടക്കുന്ന ഒരു ഗൂഢാലോചനയാണ്, പലപ്പോഴും നമ്മളറിയാതെ നടക്കുന്ന ഒന്ന്. നിങ്ങളുടെ പ്രാർത്ഥനകൾ അപൂർണമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുമ്പോഴും ആഗ്രഹിക്കുമ്പോഴും അവയൊന്നും സഫലമാകില്ലെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? എന്നാൽ പ്രപഞ്ചം പറയുന്നത്, ഞാൻ പൂർണ്ണമായി നിനക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്, പക്ഷേ നിനക്ക് നിന്നിൽ വിശ്വാസമില്ലാത്തതാണ് ആഗ്രഹങ്ങൾ റിയാലിറ്റിയായി മാറാൻ താമസിക്കുന്നതിന് കാരണമെന്നാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ചിന്ത വെറും ചിന്തയായിരിക്കില്ല, നിങ്ങളുടെ വിശ്വാസം വെറും പ്രതീക്ഷയുമായിരിക്കില്ല. കാരണം ഓഡിയോപീഡിയ പങ്കുവയ്ക്കുന്ന ഈ ബുക്ക് സമ്മറിയിൽ പ്രപഞ്ചത്തിന്റെ ആ രഹസ്യഭാഷ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ആഗ്രഹിക്കുന്ന തരത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തിട്ട് നിമിഷങ്ങൾക്കകം അത് നിങ്ങൾക്ക് ലഭിക്കുകയോ കാണാൻ കഴിയുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാണ് പ്രപഞ്ചത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ കമന്റിൽ എഴുതുക, യൂണിവേഴ്സ് ഈസ് ഗ്രേറ്റ് എന്ന്. നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തെ ഉണർത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ബുക്ക് സമ്മറിയിലെ ഓരോ വാക്കും നിങ്ങളെ മാറ്റിമറിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞങ്ങളുടെ ഓഡിയോപീഡിയ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സുഹൃത്തുക്കളെ, ഇതൊരു സാധാരണ ഓഡിയോ ബുക്കല്ല ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് മറ്റാരും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. പ്രപഞ്ചത്തെക്കുറിച്ചും ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ചും നേരത്തെയും നിരവധി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അവയ്ക്കെല്ലാം നിങ്ങൾ മികച്ച പിന്തുണ നൽകിയിട്ടുമുണ്ട്. 10,000-ത്തിലധികം ആളുകളാണ് ആ വീഡിയോകളെല്ലാം കണ്ടിരിക്കുന്നത്.
നിങ്ങൾ കാണുന്നു എന്നതിനർത്ഥം എന്റെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ നിങ്ങളുടെ എല്ലാം സ്നേഹം എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. താങ്ക്സ് എ ലോട്ട്. മുൻപ് ചെയ്ത ഓഡിയോ ബുക്കിനേക്കാൾ മികച്ച ഒരു ഓഡിയോ ബുക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ അവസാനം വരെ കേൾക്കുകയാണെങ്കിൽ, ഇതിലെ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ, ഈ ലോകത്ത് നിങ്ങളെക്കാൾ ഭാഗ്യശാലിയായ മറ്റൊരാൾ ഉണ്ടാകില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബുക്ക് സമ്മറിയിലേക്ക് കടക്കാം. ഇതിൽ 7 ചാപ്റ്റേഴ്സാണുള്ളത്. ഓരോ ചാപ്റ്ററും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ദയവായി ഈ ഓഡിയോ ബുക്ക് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കേൾക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിലയേറിയ സമയം പാഴാക്കാതെ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ 1. പ്രപഞ്ചത്തിന്റെ ഘടികാരം മനുഷ്യന്റെ ഘടികാരത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയും നിങ്ങളുടെ പരമാവധി ശ്രമിക്കുകയും ചെയ്യുമ്പോഴും ഫലം ലഭിക്കുന്നില്ലെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പ്രപഞ്ചം നിങ്ങളുടെ കഠിനാധ്വാനം അവഗണിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രപഞ്ചം നിങ്ങളെ നിഷേധിക്കുന്നത് കൊണ്ടല്ല അങ്ങനെ തോന്നുന്നത്, മറിച്ച് അതിന്റെ ഘടികാരം നിങ്ങളുടെ ഘടികാരവുമായി യോജിക്കാത്തതുകൊണ്ടാണ്. ടൈമിങ്സിൽ വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ടാണ്. നമ്മൾ മനുഷ്യർക്ക് പെട്ടെന്നുള്ള റിസൾട്ടാണ് എപ്പോഴും ആവശ്യം. അതിനോട് ഒരു പ്രത്യേക ആസക്തിയാണ് മനുഷ്യർക്ക്. നമ്മുടെ ലോകം ഒരു സ്റ്റോപ്പ് വാച്ചിന്റെ ലോകമാണ്. സ്റ്റാർട്ട്, സ്റ്റോപ്പ്, അതും വേഗതയിലായിരിക്കണം. എന്നാൽ പ്രപഞ്ചത്തിന്റെ ലോകം എന്ന് പറയുന്നത് ഒരു കോമ്പസിന്റെ ലോകമാണ്. അവിടെ ലക്ഷ്യമല്ല, ദിശയാണ് പ്രധാനം. അവിടെ സമയം ദിവ്യമാണ്, സമയപരിധികളില്ല. നമ്മൾ ചോദിക്കുന്നു എപ്പോൾ ലഭിക്കുമെന്ന് പ്രപഞ്ചത്തോട്. അതിന് പ്രപഞ്ചം പറയുന്നത് നീ തയ്യാറാകുമ്പോൾ എന്ന ഉത്തരം മാത്രമാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാത്തത് നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് മാത്രമാണ് എന്നാണ് പ്രപഞ്ചം അറിയിക്കുന്നത്. കുട്ടിക്കാലത്തൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു കുട്ടി ഒരു ചെടി നട്ടു. അടുത്ത ദിവസം മുതൽ അതിന് വേര് വന്നോ എന്ന് പരിശോധിക്കാൻ അവൻ തുടങ്ങുന്നു. ഓരോ ദിവസവും അത് പറിച്ചു നോക്കിക്കൊണ്ടിരുന്നു വേര് വന്നോ എന്നറിയാൻ. എന്നിട്ട് എന്തായി? ചെടി ഉണങ്ങി നശിച്ചുപോയി. പ്രപഞ്ചവും ഇതുതന്നെയാണ് പറയുന്നത്. നീ നിന്റെ ജോലി കൃത്യമായി ചെയ്യുക, ഞാൻ എന്റെ സമയത്ത് നിനക്ക് ഫലങ്ങൾ തരുമെന്ന്. അതിന് സമയമെടുക്കുമെന്ന്. കാരണം എല്ലാം ശരിയായ സമയത്ത് മാത്രമേ പൂക്കുകയുള്ളൂ. കാലാവസ്ഥ ശരിയായിരിക്കുമ്പോൾ മാത്രം. ശാസ്ത്രീയമായി പറഞ്ഞാൽ പ്രകൃതിയിൽ ഒന്നും തിടുക്കത്തിൽ സംഭവിക്കുന്നില്ല. ഒരു കുട്ടി ജനിക്കാൻ 9 മാസമെടുക്കുന്നില്ലേ? ഒരു വിത്ത് ഒരു മരമാകാൻ വർഷങ്ങളെടുക്കും. അതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ടും നിങ്ങൾക്ക് ലഭിക്കുക. മനുഷ്യൻ തൽക്ഷണ ഫലങ്ങളാണ് ആഗ്രഹിക്കുന്നത്. 2 മിനിറ്റ് മാഗി പോലെ 2 ദിവസത്തിനുള്ളിൽ വിജയം വേണം. എന്നാൽ പ്രപഞ്ചത്തിന്റെ അൽഗോരിതം വ്യത്യസ്തമാണ്. അവിടെ ക്ഷമ ഒരു ആവശ്യകതയാണ്. ഒരു കവിതയുടെ വരികൾ ഇവിടെ നമുക്ക് ഓർമ്മിക്കാം. അത് തീർച്ചയായും നൽകും, പക്ഷേ ശരിയായ സമയത്ത്. ഇന്ന് ലഭിക്കാത്തത് നാളെ ലഭിക്കും. ഈ വരികൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ളതാണ്. പ്രപഞ്ചം വാഗ്ദാനങ്ങൾ നൽകുന്നില്ല, പക്ഷേ അത് ഫലങ്ങൾ നൽകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകുന്നു എന്ന്. ഇനി ന്യൂറോ സയൻസിനെ കുറിച്ച് പറയാം. എപ്പോൾ ലഭിക്കുമെന്ന് നമ്മൾ നിരന്തരം ഉത്കണ്ഠാകുലരായിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് കോർട്ടിസോൾ എന്ന രാസവസ്തു പുറത്തുവിടും. അത് നിങ്ങളുടെ ഊർജത്തെ തടയുകയാണ് ചെയ്യുന്നത്. അതായത് കൂടുതൽ ആശങ്ക, കുറഞ്ഞ ഊർജം. അപ്പോൾ പ്രപഞ്ചത്തിനും എന്താണ് നിങ്ങൾക്ക് നൽകേണ്ടതെന്ന് ഒരാശയക്കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ വിശ്രമിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ മാത്രം പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹങ്ങളോട് പ്രതികരിക്കാൻ തുടങ്ങുന്നു. ഒരു രസകരമായ തമാശ കേൾക്കാം. ഒരിക്കൽ ഒരാൾ അമ്പലത്തിൽ പോയി ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്റെ കല്യാണം എപ്പോൾ നടക്കും? ദൈവം പറഞ്ഞു, മോനെ, ഞാൻ ചിന്തിക്കുകയാണ്, ആദ്യം നിനക്ക് ഒന്ന് പക്വത വരട്ടെ എന്ന്. ഇതുതന്നെയാണ് പ്രപഞ്ചത്തിന്റെയും അവസ്ഥ. നീ ഇപ്പോൾ ആഗ്രഹിക്കുന്നതിന് നീ തയ്യാറല്ല. നിനക്കിത് നൽകിയാൽ നിനക്കത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന്. നിങ്ങൾക്ക് വേണ്ട വിജയം, ബന്ധങ്ങൾ, പണം അല്ലെങ്കിൽ മികച്ച പ്രകടനങ്ങളെല്ലാം പ്രപഞ്ചത്തിന്റെ സംഭരണിയിലുണ്ട്. എന്നാൽ
അവിടെ നിന്ന് ഒരു ഡെലിവറി നടക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവ് വൈബ്രേഷൻ പുറപ്പെടുവിക്കുമ്പോഴും ആ ഫ്രീക്വൻസി പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസിയുമായി ഒത്തുപോകുമ്പോഴുമാണ്. ഇത് ഒത്തുപോകാൻ സമയമെടുക്കുമെന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ദിവസവും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അതിന്റെ ഡെലിവറി നടക്കുക ഒരു മാജിക്കൽ ടൈമിലായിരിക്കും. അത് കൃത്യം ഷെഡ്യൂൾഡ് ആണ്. ഇവിടെ ഒരു കൈപ്പേറിയ സത്യം കൂടിയുണ്ട്. അതായത്, ചിലപ്പോൾ നമ്മൾ വല്ലാതെ ആഗ്രഹിച്ച് സങ്കടപ്പെടുന്ന, കരയുന്ന ഒരു കാര്യമുണ്ടായിരിക്കും. പലപ്പോഴും അത് നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കാം. അവിടെ പ്രപഞ്ചം എനിക്ക് കൂട്ടായില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. അവിടെ വേണ്ടത് ആത്മനിയന്ത്രണം മാത്രമാണ്. പ്രപഞ്ചം നമുക്ക് നൽകുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ കാര്യങ്ങളാണ്, ക്ഷണികമായ സന്തോഷത്തിനുള്ള കാര്യങ്ങളല്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ നേട്ടങ്ങളൊക്കെ ഒന്ന് കൃത്യമായി ഓർത്തു നോക്കൂ. അവ നിരീക്ഷിക്കുകയാണെങ്കിൽ കാലതാമസം നേരിട്ട് നിങ്ങളിലേക്ക് എത്തിയ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനം കൊണ്ടുവന്നതായി നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. കാരണം പ്രപഞ്ചം തിടുക്കം കാണിക്കുന്നില്ല, അത് കൃത്യമായ സമയത്താണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ നിരാശനാകുമ്പോൾ ഇതോർക്കുക. നിങ്ങളുടെ ഘടികാരം 12 മണി അടിക്കാം, പക്ഷേ പ്രപഞ്ചത്തിന്റെ ഘടികാരം 12 മണി അടിക്കുമ്പോൾ മാത്രമേ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കൂ എന്ന്. ചാപ്റ്റർ 2. കാലതാമസം നിഷേധമല്ല. നിങ്ങൾ ആഗ്രഹിച്ച ഒന്ന് ലഭിച്ചില്ലെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എല്ലാം ശരിയാണെന്ന് തോന്നുമ്പോൾ എല്ലാം തലകീഴായി മാറി മറിയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? കയ്യെത്തും ദൂരത്ത് ആഗ്രഹം നിൽക്കുമ്പോഴും അത് കയ്യിൽ വരാത്തത് എന്തുകൊണ്ടായിരിക്കും? അത്തരം ഘട്ടങ്ങളിൽ നിങ്ങൾ നിരാശനായി മാറാം. ഒരു പക്ഷേ ഇനി എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങളുടെ ഹൃദയം പറയാം. എന്നാൽ പ്രപഞ്ചം മന്ത്രിക്കുന്നത് കാലതാമസം വരുന്നത് ഒരിക്കലും ആഗ്രഹ നിഷേധമല്ല എന്നാണ്. തടസ്സങ്ങൾ ഒരിക്കലും നിഷേധമല്ല, ശരിയായ നിമിഷത്തിനായുള്ള കാത്തിരിപ്പ് മാത്രമാണ്. എല്ലാം നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ തന്നെ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ വിലമതിക്കുമോ? ഇല്ല. അപ്പോൾ എല്ലാം ലഭിക്കുന്നതിന് ഒരു സമയമുണ്ടായിരിക്കും. പ്രപഞ്ചം കൂട്ടിയും കിഴിച്ചും വെക്കുന്ന ഒരു സമയം. ഒരു കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കാർ ഓടിക്കാൻ കഴിഞ്ഞാൽ അവൻ എത്രമാത്രം അപകടങ്ങളിൽ പെടും? അവൻ ജീവനോടെ ഇരിക്കുമോ എന്ന് തന്നെ സംശയമാണ്. ഇല്ല, അതിനൊരു സമയമുണ്ട്. വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ പോലും അവന് വണ്ടിയും കൊണ്ട് റോഡിലിറങ്ങാൻ ലൈസൻസ് എടുക്കണം. അതിനായി 18 വയസ്സുവരെ കാത്തിരിക്കുകയും വേണം. അപ്പോൾ വണ്ടി ഓടിക്കാൻ ഒരു കുട്ടി 18 വയസ്സുവരെ കാത്തിരിക്കേണ്ടി വരുന്നത് മോശമായ കാര്യമാണോ? അല്ല, അത് നല്ലതിനല്ലേ. അത് അവൻ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് പ്രപഞ്ചത്തിന്റെ കാര്യവും. നിങ്ങൾക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമാണ് പ്രപഞ്ചം നിങ്ങൾക്കത് നൽകുന്നത്. ഇതിന് കാലതാമസമുണ്ടാകാം, പക്ഷേ ആഗ്രഹങ്ങൾ ഒരിക്കലും നിഷേധിക്കപ്പെടില്ല. ഇനി ഒരു റിയൽ സ്റ്റോറി കേൾക്കാം. ഒരു പെൺകുട്ടി ഒരു ജോലിക്കായി വലിയൊരു കമ്പനിയിൽ അപേക്ഷിച്ചു. അത് റിജക്റ്റ് ചെയ്യപ്പെട്ടു. ഓരോ തവണ കമ്പനി പുതിയ പോസ്റ്റുകൾക്ക് അപേക്ഷ ക്ഷണിക്കുമ്പോഴും ആ പെൺകുട്ടി അത് അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു. അഭിമുഖം വരെ എത്തും, പക്ഷേ ജോലി മാത്രം കിട്ടില്ല. ഇത് പലതവണ ആവർത്തിക്കപ്പെട്ടപ്പോൾ അവൾക്ക് നിരാശയായി. അവൾ ഏകദേശം പ്രതീക്ഷ കൈവിട്ടു. എന്നാൽ 2 വർഷത്തിനു ശേഷം അതേ കമ്പനി അവൾക്ക് മുമ്പ് ആർക്കും ലഭിക്കാത്ത ഒരു റോൾ വാഗ്ദാനം ചെയ്തു. അവളുടെ കഠിനാധ്വാനവും സ്ഥിരതയും കണ്ട് അവൾക്കായി ഒരു പ്രത്യേക സ്ഥാനം തന്നെയാണ് അവിടെ നൽകപ്പെട്ടത്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, കാലതാമസം തന്നെ നിരസിക്കലായിരുന്നില്ല എന്ന്. അത് അവൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ തയ്യാറെടുപ്പായിരുന്നു എന്ന്. ശാസ്ത്രം പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സും പ്രപഞ്ചവും എപ്പോഴും കണക്റ്റഡ് ആണ് എന്നാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഫലം എനിക്ക് ലഭിക്കാത്തത് എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ അവിടെ ഒരു പ്രതിരോധം സൃഷ്ടിക്കപ്പെടുന്നു. നിങ്ങളും പ്രപഞ്ചവും തമ്മിലുള്ള കണക്ഷൻ ശരിയാവുന്നില്ല. അതാണ് നിങ്ങളുടെ ആഗ്രഹം സഫലമാകാതെ അതിൽ കാലതാമസം വരുന്നത്. അതേസമയം ഇത് എന്നിലേക്ക് എത്തും,
അതിനായി പ്രപഞ്ചം വഴിയൊരുക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാവുകയും ഊർജം സ്വതന്ത്രമായി ഒഴുകാൻ തുടങ്ങുകയും ചെയ്യുന്നു. വിശ്വാസം പ്രപഞ്ചത്തിന്റെ വൈഫൈ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ മനുഷ്യർക്ക് ഭയമാണ്. ആഗ്രഹങ്ങൾ നടക്കാൻ കാലതാമസം വന്നാൽ നിഷേധിക്കപ്പെട്ടു എന്നാണ് ചിന്തിച്ചു കൂട്ടുക. വാസ്തവത്തിൽ പ്രപഞ്ചം ഇപ്പോൾ വേണ്ട എന്ന് മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഒരാൾ ഒരിക്കൽ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് കോടീശ്വരനാകണമെന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു, ആകട്ടെ, ഞാൻ നിന്നെ വിലക്കിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് സമ്പത്ത് തരാത്തത് എന്ന്. അതിന് ദൈവം പറഞ്ഞ മറുപടി എന്താണെന്നോ? മോനെ, നിന്റെ കയ്യിൽ ഇപ്പോഴും 10 രൂപയുടെ സ്വപ്നങ്ങളാണുള്ളത്. പിന്നെ എങ്ങനെ ഞാൻ നിന്നെ കോടീശ്വരനാക്കുമെന്ന്. അതായത് നമ്മുടെ ചിന്തകൾ ചെറുതാണ്, പ്രപഞ്ചത്തിന്റെ പദ്ധതിയോ വളരെ വലുതും. അതിനാൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ കൂടി നിങ്ങൾ പഠിക്കുക. നിങ്ങൾ പിന്നോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈകി ലഭിച്ചതെല്ലാം മികച്ചതാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. സമയത്തിന് വരാത്തത് പിന്നീട് അനുഗ്രഹമായി വന്നു. ഒരിക്കലും ലഭിക്കാത്തത് ഒരു പക്ഷേ നല്ലതായിരിക്കാം. കാരണം നിങ്ങൾ ഇന്ന് ആരാണോ ഒരു പക്ഷേ നിങ്ങളപ്പോൾ അതായിരിക്കില്ല. അതുകൊണ്ട് അടുത്ത തവണ ജീവിതത്തിൽ എന്തെങ്കിലും വൈകുമ്പോൾ ഓർക്കുക, അത് പ്രപഞ്ചത്തിന്റെ തീരുമാനമാണെന്ന്. നിങ്ങൾ പ്രപഞ്ചത്തോട് ചോദിച്ചു, ആമസോണിനോടല്ല ചോദിച്ചത്. അതിനാൽ ഇവിടെ ഡെലിവറി അല്പം വൈകും. അതിന് യോജിച്ച സമയത്തെ യൂണിവേഴ്സിന്റെ ടൈമിങ്സുമായി ഒത്തുപോയാൽ മാത്രമേ നിങ്ങളുടെ ആഗ്രഹം ഡെലിവേർഡ് ആകൂ. അതിനാൽ ക്ഷമയോടെ കാത്തിരിക്കുക. ചാപ്റ്റർ 3. നിങ്ങൾ വളരെ ശക്തമായി എന്തെങ്കിലും ആഗ്രഹിക്കുകയോ ദിവസവും മനസ്സിൽ അവ ചിന്തിച്ച് ഉറപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അവ വിഷ്വലൈസേഷൻ ചെയ്തിട്ടുണ്ടോ? എന്നിട്ടും ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നില്ലെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഈ മാനിഫെസ്റ്റേഷനും അഫർമേഷനും ഒക്കെ വെറും തട്ടിപ്പാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഇത് തട്ടിപ്പായതുകൊണ്ടല്ല ആഗ്രഹം സഫലമാകാഞ്ഞത്. അതിന് കാരണം ഒരു പൊരുത്തമില്ലായ്മയാണ്, മിസ്മാച്ച്. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അവിടെ ചില പൊരുത്തക്കേടുകൾ ഉണ്ടാകുമ്പോഴാണ് ആ ആഗ്രഹ പൂർത്തീകരണം തടസ്സപ്പെടുന്നത്. ഇത് ഒരു കഥയിലൂടെ ഞാൻ കൂടുതൽ വിശദമാക്കി തരാം. ഒരു പെൺകുട്ടി എപ്പോഴും തന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന വിഷമത്തിലാണ് കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്നേഹമുള്ള ഒരാളെ വരനായി കിട്ടാനും അവൾ ആഗ്രഹിച്ചു. കാത്തിരുന്ന് വർഷങ്ങൾ നീണ്ടുപോയതല്ലാതെ അവിടെ ഒരു മാറ്റവും സംഭവിച്ചില്ല. എന്തായിരിക്കാം അവിടെ സംഭവിച്ചത്? അവൾ എല്ലാ ദിവസവും, പ്രപഞ്ചമേ, എനിക്ക് യഥാർത്ഥ സ്നേഹം വേണം എന്ന് പറയുമായിരുന്നു. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ അവൾക്ക് സ്വയം സ്നേഹിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് താൻ സുന്ദരിയല്ലെന്നും സ്നേഹത്തിന് അർഹയല്ല എന്നുമായിരുന്നു ചിന്തകൾ. വാക്കുകൊണ്ട് സ്നേഹം വേണമെന്ന് പറയുകയും മനസ്സ് മുഴുവൻ സ്നേഹത്തെ റിജക്റ്റ് ചെയ്യുന്ന ചിന്തകളും. സുഹൃത്തുക്കളുടെ ദാമ്പത്യ തകർച്ചയും മറ്റും കാണുമ്പോൾ പലപ്പോഴും തന്നെ സ്നേഹിക്കാൻ വരുന്ന വ്യക്തി തന്നെ ഉപേക്ഷിക്കുമോ എന്നുപോലും അവൾ ചിന്തിച്ചിരുന്നു. ഇത്തരം ചിന്തകൾ ശരീരത്തിലുണ്ടാക്കുന്ന വൈകാരിക മാറ്റങ്ങൾ നെഗറ്റീവായിരിക്കും. പ്രപഞ്ചം ഈ നെഗറ്റീവ് ഊർജത്തെ, സ്പന്ദനങ്ങളെ മാത്രമാണ് വായിക്കുന്നത്, അല്ലാതെ നിങ്ങൾ പറയുന്ന വാക്കുകളെയല്ല. അതുകൊണ്ട് അവളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും പൂർണ്ണമായില്ല. കാരണം അവളുടെ ആന്തരിക ചിന്തകളും ഇമോഷൻസും അവളുടെ ആഗ്രഹവും തമ്മിൽ യോജിക്കുന്നില്ലായിരുന്നു. അവിടെയുണ്ടായത് ഒരു പൊരുത്തക്കേടാണ്. ശാസ്ത്രവും ഇതുതന്നെയാണ് പറയുന്നത്. ക്വാണ്ടം ഫിസിക്സിലെ വൈബ്രേഷൻ നിയമം അനുസരിച്ച് ഓരോ വികാരത്തിനും ഒരു ആവൃത്തിയുണ്ട്, ഒരു ഫ്രീക്വൻസി. സ്നേഹം, നന്ദി, സന്തോഷം എന്നിവ ഉയർന്ന ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഭയം, കുറ്റബോധം, സംശയം ഇത്തരത്തിലുള്ള നെഗറ്റീവ് വികാരങ്ങൾ താഴ്ന്ന ഫ്രീക്വൻസിയിലും. നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങളുടെ ഊർജം അതേ ഫ്രീക്വൻസിയിൽ സ്പന്ദിക്കുന്നില്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ പിന്നെ എങ്ങനെ സാധ്യമാകും? നിങ്ങളുടെ സ്പന്ദനങ്ങൾക്ക് ശക്തി ലഭിക്കുന്നത് നിങ്ങൾ സ്വയം അതിന് യോഗ്യനാകുമ്പോഴാണ് എന്ന് പറയാം. പ്രപഞ്ചത്തിനൊട്ടും തിടുക്കമില്ല. തിടുക്കം നിങ്ങൾക്കാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പലതവണ
ഞാൻ സമ്പന്നനാണ് എന്ന് പറയുന്നു. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എന്റെ കയ്യിൽ പണം ഒരിക്കലും നിൽക്കില്ല എന്ന ഭയമുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകൾക്കല്ല വില നൽകുന്നത്, നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന എനർജിക്കാണ്. ഊർജത്തിന്റെ പൊരുത്തമില്ലായ്മയാണ് ഇവിടെ മാനിഫെസ്റ്റേഷന്റെ കാലതാമസത്തിന് കാരണമാകുന്നത്. 98.3 എന്ന ഫ്രീക്വൻസിയിലുള്ള ഒരു FM റേഡിയോ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ റേഡിയോ ട്യൂൺ ചെയ്തു വെച്ചിരിക്കുന്നത് 93.5-ലാണെങ്കിൽ എത്ര ആന്റിന തിരിച്ചാലും മറ്റേ ഫ്രീക്വൻസിയിലെ പാട്ട് നിങ്ങൾക്ക് കേൾക്കുമോ? ആ ചാനലിലെ പരിപാടികൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമോ? ഇല്ല. അതുപോലെ നിങ്ങളുടെ ആന്തരിക സ്റ്റേഷൻ ശരിയായി ട്യൂൺ ചെയ്യുമ്പോൾ മാത്രമേ പ്രപഞ്ചത്തിന് ആ ഫ്രീക്വൻസി വ്യക്തമാകൂ, അതുമായി കണക്റ്റഡ് ആകാൻ സാധിക്കൂ. ഇതുകൊണ്ടാണ് ചില ആളുകൾ ഒന്നും ചോദിക്കാതെ തന്നെ എല്ലാം നേടിയെടുക്കുന്നത്. കാരണം അവരുടെ ഊർജം പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസിയുമായി എപ്പോഴും കണക്റ്റഡാണ്, അത് യോജിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ എന്തെങ്കിലും പ്രപഞ്ചത്തോട് ചോദിക്കുമ്പോൾ ആദ്യം സ്വയം ചോദിക്കുക, ഞാൻ ശരിക്കും അതേ ഫ്രീക്വൻസിയിലാണോ? എന്റെ ചിന്തകൾ, എന്റെ വികാരങ്ങൾ, എന്റെ പെരുമാറ്റം ആ ആഗ്രഹത്തിന് അർഹമാണോ എന്ന്. കാരണം പ്രപഞ്ചം കേൾക്കുന്നത് ഊർജത്തിന്റെ ഭാഷയിൽ മാത്രമാണ് എന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. ചാപ്റ്റർ 4. ചിലപ്പോൾ ജീവിതത്തിൽ ഒരു വിചിത്രമായ യാദൃശ്ചികത സംഭവിക്കാറുണ്ട്. നിങ്ങൾ ഒരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പോൾ തന്നെ അയാളുടെ ഫോൺ വരുന്നു. നിങ്ങളൊരു പ്രശ്നത്തിന് പരിഹാരം തേടുമ്പോൾ ഒരു അപരിചിതന്റെ സംഭാഷണത്തിൽ നിങ്ങൾക്ക് ആ പ്രശ്നത്തിനുള്ള ഉത്തരം ലഭിക്കുന്നു. അപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കുക, ഇത് വെറും യാദൃശ്ചികമാണെന്നാണ്. പക്ഷേ ഇത് യാദൃശ്ചികമല്ല. അതാണ് ഡിവൈൻ സിങ്ക്രോണിസിറ്റി എന്ന് പറയുന്നത്, ഒരു ദിവ്യ സമന്വയം. പ്രപഞ്ചം സ്വയം നിങ്ങൾക്ക് സൂചനകൾ നൽകുകയാണ് നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ടൈമിങ്സിലാണ് ചിന്തിക്കുന്നതെന്ന്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മൾ മനുഷ്യർ വളരെയധികം തിരക്കിലും ആശയക്കുഴപ്പത്തിലും ബാഹ്യലോകത്തിന്റെ കാഴ്ചകളിലും മുഴുകിയിരിക്കുന്നതുകൊണ്ട് ആ സൂക്ഷ്മമായ സൂചനകളെ തിരിച്ചറിയുന്നില്ല. പ്രപഞ്ചം അലറുകയല്ല ചെയ്യുന്നത്, മന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ഏഞ്ചൽ നമ്പറുകൾ, ആവർത്തിച്ചുള്ള ചിഹ്നങ്ങൾ, സ്വപ്നങ്ങൾ, പാട്ടുകൾ, അപരിചിതർ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന മറ്റേതെങ്കിലും കാര്യങ്ങളിലൂടെയായിരിക്കും പ്രപഞ്ചത്തിന്റെ സൂചനകൾ നമ്മളിലേക്ക് എത്തുക. എന്നാൽ നമ്മൾ അവയെ വെറും യാദൃശ്ചികതയായി കണക്കാക്കി അവഗണിക്കുന്നു. ഒരിക്കൽ ഒരു പയ്യൻ ജോലിക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു. എല്ലാ സ്ഥലത്തും അവന് റിജക്ഷൻസ് ആണ് ഏൽക്കേണ്ടി വന്നത്. ഒരു ദിവസം അവൻ ബസ്സിൽ ഇരിക്കുകയായിരുന്നു. മുന്നിലിരുന്ന ആളുടെ ടീഷർട്ടിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നിങ്ങളുടെ സ്വന്തം പാത സൃഷ്ടിക്കുക എന്ന്. അവൻ ഇത് അവഗണിച്ചു. പിന്നീട് ഒരു ദിവസം യൂട്യൂബിൽ വളരെ റാൻഡമായി വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഒരു വീഡിയോയിൽ സ്റ്റക്കായി. സ്വന്തമായി ബിസിനസ് ആരംഭിക്കുന്നതിനെക്കുറിച്ചായിരുന്നു ആ വീഡിയോ. അതിലെ ആശയം അവൻ കണ്ടെങ്കിലും അത് ചെയ്യാൻ അവൻ അന്ന് അത്ര ധൈര്യം പോരായിരുന്നു. പിന്നീട് ഒരു സുഹൃത്ത് തമാശയായി അവനോട് പറഞ്ഞു, നിനക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന്. ഇങ്ങനെ ഇത്രയധികം സൂചനകൾ അവന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രപഞ്ചം നൽകിയെങ്കിലും അവനത് മനസ്സിലാക്കിയേയില്ല. 2 വർഷത്തിന് ശേഷം ജോലി അന്വേഷണം നിർത്തി അവനൊരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ചു. അത് വളരെ സക്സസ് ആവുകയും ചെയ്തു. അന്ന് അവൻ ചിന്തിച്ചത്, പലരും അവനോട് പണ്ടേ ഇത് പറഞ്ഞതായിരുന്നല്ലോ എന്നായിരുന്നു. പക്ഷേ അവനത് ചെയ്യാൻ തോന്നിയത് 2 വർഷങ്ങൾക്ക് ശേഷമാണ്. അതിനുള്ളിൽ ഒരുപാട് വിഷമങ്ങളും നിരാശയുമെല്ലാം അവന് ജീവിതത്തിൽ അനുഭവപ്പെടുകയും ചെയ്തു. അതെല്ലാം അവനെ കൂടുതൽ പക്വതപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനാൽ ഒരു സ്റ്റാർട്ടപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാനുള്ള പ്രാപ്തി അവൻ ആ അനുഭവങ്ങളിലൂടെ നേടിയെടുത്തു. റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നൊരു സംഗതിയുണ്ട്, RAS. ഇത് നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു ഫിൽട്ടറാണ്. ഇത് നിങ്ങൾ ആന്തരികമായി യോജിക്കുന്ന കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. അതായത് നിങ്ങൾ ആന്തരികമായി തുറന്ന മനസ്സുള്ളവനും ബോധവാനുമായിരിക്കുമ്പോൾ മാത്രമേ പ്രപഞ്ചത്തിന്റെ സിഗ്നൽ നിങ്ങൾക്ക് ദൃശ്യമാകൂ എന്ന്. ഒരു പഴയ ചൊല്ലുണ്ട്,
കാണേണ്ടവർക്ക് വെളിച്ചമില്ലാതെയും കാണാൻ കഴിയും, കണ്ണടച്ചവർക്ക് സൂര്യനും ഇരുട്ടാണ് എന്ന്. പ്രപഞ്ചത്തിന്റെ സൂചനകൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. എന്നാൽ കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അവ മനസ്സിലാക്കാൻ കഴിയൂ. ദിവ്യ സമന്വയം എന്ന് പറയുന്നത് ഒരിക്കലും ഉച്ചത്തിലായിരിക്കില്ല. അതൊരു കവിത പോലെയാണ്. അത് അനുഭവിക്കണം. അടുത്ത തവണ നിങ്ങൾക്കിത് വളരെ വിചിത്രമായിരുന്നല്ലോ എന്ന് തോന്നുമ്പോൾ നിർത്തുക, ചിന്തിക്കുക, നന്നായി നിരീക്ഷിക്കുക. കാരണം ഒരു പക്ഷേ പ്രപഞ്ചം ആ നിമിഷം നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുകയായിരിക്കും. നിങ്ങൾ ദിവ്യ സൂചനകളെ ഗൗരവമായി കാണാൻ തുടങ്ങുന്ന ദിവസം മുതൽ നിങ്ങളുടെ ജീവിതം ഒരു സിനിമ പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. മറ്റാരും അറിയാത്ത, കാണാത്ത ഒരു സീക്രട്ട് മൂവി. അതിലെ ഓരോ രംഗത്തിനും ഒരു അർത്ഥമുണ്ടാകും. ഓരോ സംഭാഷണവും ഒരു സൂചനയായിരിക്കും. ആ ദിവസം ഇതുവരെ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നും. പ്രപഞ്ചം തുടക്കം മുതൽ കൂടെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ പക്ഷേ അതിൻ്റെ ഭാഷ മനസ്സിലാക്കുന്നില്ലായിരുന്നു എന്ന് മാത്രം നിങ്ങൾ തിരിച്ചറിയും. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ഓഡിയോ ബുക്ക് ഇവിടെ വരെ കേൾക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് വളരെയധികം ഞാൻ നന്ദി പറയുന്നു. ഇതുവരെ ഈ ഓഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്ത ശേഷം ഞങ്ങളുടെ ഓഡിയോപീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അങ്ങനെ ഇത്തരം ഓഡിയോ ബുക്കുകൾ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കും. ചാപ്റ്റർ 5, മുന്നേറ്റത്തിന് മുൻപുള്ള തകർച്ചകൾ. നിങ്ങൾ വലിയ എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് തൊട്ടു മുൻപ് എല്ലാം തകരാൻ തുടങ്ങുന്നതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ബന്ധങ്ങൾ തകരുന്നു, ജോലി നഷ്ടപ്പെടുന്നു, ആരോഗ്യം മോശമാകുന്നു, മനസ്സിൽ ഒരു തരം ആശയക്കുഴപ്പം നിറയുന്നു. പ്രപഞ്ചം തന്നെ നിങ്ങളെ താഴെ വീഴ്ത്തുന്നതായി തോന്നുന്ന ഒരവസ്ഥ. എന്നാൽ ഇതാണ് ആ നിമിഷം. അവിടെ തകർച്ച ഒരു മുന്നേറ്റത്തിന്റെ വാതിൽ തുറക്കുകയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഓരോ കൊക്കോണും പൊട്ടുന്നതിനു മുൻപ് ചിത്രശലഭം ഉള്ളിൽ ശ്വാസമുട്ടൽ അനുഭവിക്കുന്നുണ്ട്. എല്ലാ അഗ്നിപർവ്വതങ്ങളും പൊട്ടിത്തെറിക്കുന്നതിനു മുൻപ് വളരെ നേരം ഉള്ളിൽ തിളച്ചു മറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ മനുഷ്യനും അവന്റെ ഏറ്റവും വലിയ പരിവർത്തനത്തിന് മുൻപ് ഉള്ളിൽ നിന്ന് തകരുന്നു. ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ പറയുന്നത് ഒരു വ്യക്തി തീവ്രമായ വൈകാരിക വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ തലച്ചോറ് ഒരു റീവയറിംഗ് പ്രക്രിയയിലൂടെ കടന്നു പോകുന്നു എന്നാണ്. അതായത് പഴയ ചിന്തകൾ, വിശ്വാസങ്ങൾ, പെരുമാറ്റ രീതികൾ എന്നിവ തകരുകയും പുതിയത് രൂപപ്പെടാൻ ഇടം നൽകുകയും ചെയ്യുന്നു എന്ന്. ഒരിക്കൽ ഒരു യുവാവ് തന്റെ ഡ്രീം ജോബ് നേടിയെടുത്തു. അതിൽ ജോയിൻ ചെയ്ത് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അവന് ജോലി മടുപ്പായി തോന്നി. ആകെ ശ്വാസം മുട്ടുന്നതായി തോന്നി. അവന്റെ ബോസ് വളരെ കർക്കശക്കാരനായ ഒരാളായിരുന്നു. ടീമംഗങ്ങളുമായും അവന് പല കാര്യത്തിലും യോജിക്കാൻ സാധിച്ചിരുന്നില്ല. അതോടെ ജോലി മൂലം അവൻ ആകെ വിഷാദത്തിലായി. തനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? പ്രപഞ്ചം തന്നോട് തെറ്റ് ചെയ്തു എന്ന് അവൻ ചിന്തിച്ചു കൂട്ടി. എന്നാൽ അതേ വിഷാദത്തിന്റെ വാതിൽ തുറന്ന് മാനസികാശ്വാസത്തിനായി അവൻ മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസുകളും മറ്റും ആരംഭിച്ചു. മോട്ടിവേഷണൽ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളുടെ സഹായം തേടി. അതോടെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം അവന് കൈവന്നു. ജീവിതത്തെ കൂടുതൽ പോസിറ്റീവായും പ്രൊഡക്റ്റീവായും അവൻ കാണാൻ തുടങ്ങി. പതിയെ അവന്റെ കമ്പനിയെ സ്നേഹിക്കാനും ജോലിയെ സ്നേഹിക്കാനും അവന് സാധിച്ചു. എന്നാൽ ജോലിയേക്കാൾ അവനെ പുതിയൊരു ലോകം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു മോട്ടിവേഷന്റെയും ലൈഫ് കോച്ചിങ്ങിന്റെയും ലോകം. ഇന്നവൻ ഒരു വിജയകരമായ ലൈഫ് കോച്ചാണ്. അവൻ പറയുന്നത്, ഞാൻ ആ ജോലിയിൽ തകർന്നിരുന്നില്ലെങ്കിൽ എനിക്കൊരിക്കലും എന്നെ തന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല എന്നാണ്. അതെ, തകർച്ച ഒരു തരം പ്രപഞ്ചത്തിന്റെ വേക്കപ്പ് കോളാണ്. നീ തിരഞ്ഞെടുത്ത വഴി നിന്റേതല്ല. നിർത്തുക, ചിന്തിക്കുക, പിന്നെ തിരഞ്ഞെടുക്കുക എന്ന സന്ദേശമാണ് ഇവിടെ പ്രപഞ്ചം നൽകുന്നത്. ചിലപ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ ചുറ്റുമുള്ള മതിലുകൾ തകർക്കുന്നത് നിങ്ങൾ പറക്കാൻ പഠിക്കാൻ വേണ്ടിയാണ്. അതുപോലെ നമ്മൾ കുറച്ചൊന്ന് തകരുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ചിറകുകളെക്കുറിച്ച് നമുക്ക് എങ്ങനെ അറിയാനാകും? തകർച്ചകൾ വേദനയേറിയതാണ്. പക്ഷേ ആ വേദനകൾ ഒരിക്കലും വെറുതെയാകില്ല. ഓരോ കണ്ണുനീരും ഒരു പുതിയ വഴിയുടെ തുടക്കമാണ്. ഓരോ നഷ്ടപ്പെട്ട വഴിയും ഒരു പുതിയ ദിശയുടെ സൂചനയാണ്. അതിനാൽ
അടുത്ത തവണ ജീവിതം തകരുന്നതായി തോന്നുമ്പോൾ ഭയക്കരുത്. ഒരു പക്ഷേ അത് തകർച്ചയല്ലായിരിക്കാം, നിങ്ങളുടെ ഏറ്റവും വലിയ പറക്കലിനു മുമ്പുള്ള പ്രപഞ്ചത്തിന്റെ നിശബ്ദമായ ആസൂത്രണമായിരിക്കാം. ചാപ്റ്റർ 6. ഇന്നത്തെ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് വേഗതയാണ് മിടുക്ക്, സാവകാശം എന്നത് ബലഹീനതയാണെന്നാണ്. എന്നാൽ പ്രപഞ്ചത്തിന്റെ നിഘണ്ടുവിൽ ഇത് നേരെ തിരിച്ചാണ്. പ്രപഞ്ചം ഒരിക്കലും തിടുക്കത്തിലായിരിക്കില്ല, പക്ഷേ ഒരിക്കലും വൈകിപ്പിക്കാറുമില്ല. ഇതാണ് അതിന്റെ നിയമം. നിങ്ങൾ ശാന്തമായ മനസ്സോടെ, ക്ഷമയോടെ വേണം പ്രപഞ്ചവുമായി ഇടപെടാൻ. ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് ശാന്തമായ ഒരു മനസ്സ് സ്വന്തമാക്കാൻ സാധിക്കും. മാത്രമല്ല, ഒരു ആത്മനിയന്ത്രണവും നിങ്ങൾക്ക് കൈവരും. അതിലൂടെ ക്ഷമ നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറും. ഈ ശാന്തതയും ക്ഷമയുമെല്ലാം നിങ്ങൾ കൈവരിക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ നിശബ്ദമായിരിക്കുകയല്ല ചെയ്യുന്നത്, ആന്തരികമായി വളരുകയാണ് ചെയ്യുന്നത്. ഒരു സ്വപ്നം സഫലമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ആ സ്വപ്നത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നിങ്ങൾ പ്രപഞ്ചത്തെ അറിയിക്കുന്നു. എന്നാൽ അത് ലഭിച്ചാൽ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടോ? അതിനാണ് ക്ഷമയും ശാന്തതയുമെല്ലാം ജീവിതത്തിൽ നേടിയെടുക്കണമെന്ന് പറയുന്നത്. നമ്മൾ ക്ഷമയോടെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ നാഡീവ്യൂഹം കൂടുതൽ സന്തുലിതമായൊരവസ്ഥയിലേക്ക് എത്തുന്നു. ഡോപ്പമിൻ പതിയെ പുറത്തുവിടുന്നു. ഇത് നമ്മുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നു. ഒരിക്കൽ ഒരു കർഷകൻ എല്ലാ രാവിലെയും സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എഴുന്നേറ്റ് വയലിൽ വെള്ളം നനയ്ക്കും, വിത്തുകൾ വിതയ്ക്കും. പക്ഷേ ആഴ്ചകളോളം നനച്ചിട്ടും ഒരു മുളയും വന്നില്ല. ആളുകൾ ചിരിക്കാനും കളിയാക്കാനും തുടങ്ങി. ഒന്നും വളരില്ല, എല്ലാം നശിച്ചുപോയി എന്ന് പറഞ്ഞ്. പക്ഷേ കർഷകൻ പറഞ്ഞു, ഞാൻ കാത്തിരിക്കുകയല്ല, ഞാൻ ഈ വിത്തുകളെ പോറ്റി വളർത്തുകയാണ് എന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിലത്ത് നിന്ന് ശക്തമായ ചെടികൾ ഉയർന്നു വന്നു. അത് മറ്റെല്ലാ കർഷകരുടെ ചെടികളെക്കാളും ഉയരത്തിലായി. അതിന് കാരണം നമ്മുടെ കർഷകൻ ക്ഷമയോടെ ആ വിത്തുകളെ പരിപാലിച്ചതാണ്. കാത്തിരിക്കുമ്പോൾ വെറുതെ കാത്തിരിക്കരുത്. നിങ്ങളുടെ മനസ്സിനെ വ്യക്തമാക്കുക, ചിന്തകളെ ശക്തമാക്കുക, കഴിവുകളെ മൂർച്ച കൂട്ടുക. അങ്ങനെ സമയം വരുമ്പോൾ നിങ്ങൾ എല്ലാ തരത്തിലും തയ്യാറായിരിക്കുക. എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ആ ആഗ്രഹത്തിന് യോഗ്യരാകാൻ ആരും ശ്രമിക്കുന്നില്ല. അതിന് സമയം കണ്ടെത്തുന്നില്ല എന്നതാണ് സത്യം. നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് മാത്രമേ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നുള്ളൂ. അതുകൊണ്ട് കാത്തിരിപ്പെന്നാൽ വെറുതെ നിൽക്കുക എന്നല്ല, ആന്തരികമായ ക്രമീകരണം എന്നാണ് അർത്ഥമാക്കുന്നത്. ക്ഷമ എന്നത് ഏത് സ്വപ്നത്തെയും യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ്. എന്നാൽ അത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടി ഉപയോഗിക്കണം എന്ന് മാത്രം. ചാപ്റ്റർ 7. ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം സംഭവിക്കുന്നത് നമ്മളെല്ലാം ഉപേക്ഷിക്കുമ്പോഴാണ്. ആഗ്രഹം സഫലമാകാതെ വരുമ്പോൾ ഇനി വരും പോലെ വരട്ടെ എന്നൊരു കീഴടങ്ങൽ പലർക്കും തോന്നും. ഇവിടെ തോൽവി സമ്മതിക്കുന്നതല്ല, മറിച്ച് വിശ്വാസത്തോടെ കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നിയന്ത്രിക്കുന്നത് നിർത്തുമ്പോൾ പ്രപഞ്ചം ഏറ്റവും ശക്തമായ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ അപ്രതീക്ഷിതമായ നേരത്ത് നിങ്ങളുടെ ആഗ്രഹം സഫലമാവുകയും ചെയ്യും. നിയന്ത്രണമെന്നത് ഏറ്റവും വലിയ മിഥ്യാധാരണയാണ്. ശാസ്ത്രവും ഇതുതന്നെയാണ് പറയുന്നത്. ഒരു വ്യക്തി ഒരു റിസൾട്ടിനായി നിരന്തരം സ്വയം നിർബന്ധിക്കുമ്പോൾ അവന്റെ സമ്മർദ്ദം വർദ്ധിക്കുന്നു. കോർട്ടിസോൾ ഹോർമോൺ അവനെ ഉത്കണ്ഠാകുലനാക്കുന്നു. അതേസമയം അവൻ നിയന്ത്രണം വിട്ടുകൊടുക്കുമ്പോൾ ശരീരം വിശ്രമിക്കുകയും തലച്ചോറ് വ്യക്തതയോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ പഴയ ആളല്ല. പ്രപഞ്ചത്തിന്റെ രഹസ്യഭാഷ അൺലോക്ക് ചെയ്ത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. പ്രപഞ്ചത്തിന്റെ രഹസ്യഭാഷ, അതിന്റെ സൂചനകൾ, അതിന്റെ സമയം, അതിന്റെ ശക്തി എന്നിവയെക്കുറിച്ചെല്ലാം ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം: പ്രപഞ്ചം ഒരു ബാഹ്യ വസ്തുവല്ല, അത് നിങ്ങളുടെ ഉള്ളിലൂടെ ഒഴുകുന്ന ഒന്നാണ്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ വിശ്വാസം എന്നിവയാണ് ആ പ്രപഞ്ചത്തിന് ദിശാബോധം നൽകുന്നത്. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, നിങ്ങളുടെ അവയർനെസ്സിന്റെയും ഇമോഷൻസിന്റെയും എല്ലാം ശക്തിയാണ്.
എപ്പോഴും നിങ്ങൾ തിരക്കിട്ട് ജീവിതത്തിൽ ഓടേണ്ട ഒരു ആവശ്യവുമില്ല. ചിലപ്പോഴെങ്കിലും ഒന്നിടയ്ക്ക് നിർത്തി നിങ്ങളുടെ ആന്തരിക ഊർജത്തെ ട്യൂൺ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. റേഡിയോ ശരിയായ ഫ്രീക്വൻസിയിൽ വെച്ചാൽ മാത്രമേ വ്യക്തമായ ശബ്ദം ലഭിക്കൂ. അതുപോലെ തന്നെ പ്രപഞ്ചവും നിങ്ങളുടെ ഫ്രീക്വൻസി ശരിയായ ദിശയിൽ വന്നാൽ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. ഒരു പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതുവരെ നിറവേറിയില്ലായിരിക്കാം. പക്ഷേ അവ എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല എന്നറിയുക. പ്രപഞ്ചം അവയെ എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ സ്വപ്നങ്ങൾ സ്വീകരിക്കാനുള്ള വളർച്ച നേടിയാൽ മതി. അതുമായി പൊരുത്തപ്പെടാൻ തയ്യാറായി കഴിഞ്ഞാൽ മാത്രം മതി. അതുകൊണ്ട് ഇപ്പോൾ മുതൽ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തിൽ വിശ്വസിക്കുക. പ്രപഞ്ചത്തിൽ വിശ്വാസമർപ്പിക്കുക. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ അത് തീർച്ചയായും ചെയ്യും. കാരണം ഉദ്ദേശങ്ങൾ സത്യമാണെങ്കിൽ, ഊർജം ശുദ്ധമാണെങ്കിൽ, ഹൃദയത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ പ്രപഞ്ചം പോലും നിങ്ങളോടൊപ്പം ഗൂഢാലോചന നടത്തും. നിങ്ങൾ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കുക. അതേ കാര്യം കമന്റിൽ എഴുതുക. അത് നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. വൈകി ലഭിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകത തീർച്ചയായും ഉണ്ടായിരിക്കും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ ഈ ഓഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുമല്ലോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു മികച്ച ബുക്ക് സമ്മറിയുമായി വീണ്ടും കാണാം. അതുവരെ സന്തോഷത്തോടെ ഇരിക്കുക.